ജെഫ്രി എപ്സ്റ്റീൻ്റെ കൂട്ടുകാരിയാണ് ഗിലെൻ മാക്സ്വെൽ. ഇപ്പോൾ ജയിലിലാണ്. 20 വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയാണ്. കുറ്റമെന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീന് പ്രായപൂർത്തിയാത്ത പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തവളാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്, ഗിലെൻ മാക്സ്വെൽ ദ ഫിൽത്തി റിച്ച് എന്ന് പറഞ്ഞിട്ട്. അതിലിവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, എപ്സ്റ്റീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കൊടുക്കും. ഇപ്പം ഞാൻ പറയാം, ഒരാളെ മസാജ് ചെയ്യാനുണ്ട്, $100 തരാം, അങ്ങനെ ഒരു കൂട്ടിക്കൊണ്ടുവരും. ഇപ്പം ഇൻട്രോഗേറ്റ് ചെയ്ത ആളെ ചോദിച്ചു, ഹു ആർ ദീസ് ഗേൾസ്? അപ്പോൾ ഗീലൻ പറഞ്ഞു, ദേ ആർ നത്തിങ്, ദേ ആർ ട്രാഷ്. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവരാ പെൺകുട്ടികളെ മനുഷ്യരായിട്ട് പോലും കാണുന്നില്ല. ദേ ആർ നത്തിങ്, ദേ ആർ ട്രാഷ്. ഇന്നത്തെ ഗോസ്പലിലെ ധനവാൻ വീട്ടുപടിക്കലെ ലാസറിനെ കണ്ടിരുന്നത് ഇതുപോലെയാണ്. ഈസ് നത്തിങ്, ഈസ് ട്രാഷ്. എൻ്റെ പേര് പോലും അറിയത്തില്ല അയാൾക്ക്. ഈ രണ്ടുപേരുടെ മരണത്തെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്: ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ഒരു ഗ്രാൻഡ് പ്രൊസഷനാണ് നമ്മൾ കാണുന്നത്. പിന്നെ എഴുതുന്നു, ആ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. തീർന്നു, അടക്കപ്പെട്ടു, ഈസ് ബെറീഡ്. ക്ലോസാണ് അവിടെ. ദൈവം അങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ കാണുന്നത്. അവന് പേര് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ പേര് ബ്യൂട്ടിഫുള്ളാണ്. ലാസർ, എൽ ലാസർ. ദൈവം സഹായിക്കും, ദൈവം സഹായിക്കും.